ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ കുക്കിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഈ കറി കണ്ടല്ലോ, ഇത് പാവ് ഭാജിയാണ്. പാവ് ഭാജി നോർത്തിലൊക്കെ ജീവിച്ചവർക്കൊക്കെ അറിയാമായിരിക്കും. ബോംബെയിലെ ഒരു സ്പെഷ്യലാണ് പാവ് ഭാജി. അപ്പം പാവ് നമ്മളിവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്, നമുക്കധികം വെജിറ്റബിളൊന്നും വേണ്ട. കോളിഫ്ലവർ ഇട്ടിട്ടുണ്ട്, പിന്നെ നമ്മൾ ക്യാരറ്റ്, പിന്നെ പൊട്ടറ്റോ കുറച്ച് വേണം, നമ്മുടെ കോണ്, നമ്മുടെ ഗ്രീൻ പീസ്, ഇത്രയും വെജിറ്റബിൾ മതി. അധികം വെജിറ്റബിൾ, അധികം വെറൈറ്റി വേണമെന്നില്ല. നിങ്ങൾക്ക് ക്വാണ്ടിറ്റി എത്ര വേണം അതിനനുസരിച്ച് എടുക്കുക. എന്നിട്ട് നമ്മൾ കുക്കറിനകത്തിൽ ഒരു 1-2 മിനിറ്റ് ഒന്ന് അടിച്ച് കഴിഞ്ഞിട്ട് ചെറുതായിട്ടൊന്ന് മാഷ് ചെയ്യണം. എന്നിട്ട് പിന്നെ നമ്മൾ മസാല ഉണ്ടാക്കണം. നമ്മൾ മല്ലിയും മുളകും ടൊമാറ്റോ എല്ലാം കൂടി ഇട്ട് നല്ലതായിട്ട് മസാല ഉണ്ടാക്കിയിട്ട് ഇച്ചിരി ഗരം മസാലയൊക്കെ ഇട്ട് അതിനകത്തിലേക്ക് ഇടണം. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് അതിന് വേണ്ടത്. കാരണം നമ്മളിത് കഴിക്കുന്നത്, നമ്മൾ പാവെന്ന് പറയുന്ന ബ്രെഡാണ്, അല്ല ബണ്ണാണ്. ബണ്ണ് സ്പ്ലിറ്റ് ചെയ്ത് അതാണ് നമ്മൾ ഇതിൻ്റെ കൂടെ കഴിക്കുന്നത്. അപ്പോൾ ഇച്ചിരി കൺസിസ്റ്റൻസി ഇച്ചിരി തിക്കായിരിക്കണം. അപ്പം ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്, ഇതിനകത്തിൽ ഞാൻ 2 ചേരുവകൾ സ്പെഷ്യലായിട്ട് ചേർക്കുന്നുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് നമ്മുടെ ഡ്രൈഡ് മേത്തി ലീഫ്, അതല്ലെങ്കിൽ നമ്മുടെ ഉലുവായുടെ ആ ഇല ഉണങ്ങിയത്, അതൊന്ന് ചേർക്കുന്നുണ്ട്. പിന്നെ ചേർക്കുന്നത് ലെമൺ, ഇച്ചിരി നല്ലതായിട്ട് ഇച്ചിരി ലെമൺ ജ്യൂസ് ചേർക്കണം. കാരണം ഇതിനൊരു ശകലം ഒരു ചെറിയ പുളി പോലെ വരണം. അപ്പം ഇതെല്ലാം കൂടെ ചേർത്ത് നല്ലതായിട്ട് എല്ലാം ഒന്ന് തിളപ്പിച്ച് കുറുക്കി എടുത്ത് കഴിയുമ്പോൾ പാവ് ഭാജി റെഡിയാണ്. ഇനി പാവ് ഉണ്ടാക്കുന്നത് നമുക്ക് പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മുടെ ബണ്ണ്, ഇവിടെയൊക്കെ പാവ് ഭാജിയുടെ ബണ്ണ് അതുപോലെ കിട്ടും. നാട്ടിലെ എനിക്കറിയത്തില്ല, പക്ഷേ നാട്ടിലെ ബണ്ണ് എനിക്ക് തോന്നുന്നു ഇച്ചിരി കൂടെ നല്ലതാണ്. അതൊരു ശകലം സ്വീറ്റും അല്ലേ. അപ്പം ആ പാവ് ഭാജിയുടെ ബണ്ണ് എടുത്തിട്ട് ഒന്ന് സ്പ്ലിറ്റ് ചെയ്തിട്ട് അതിനകത്തിലേക്ക് ബട്ടർ തേച്ചിട്ട് നമ്മളൊന്ന്, ഞാനാണെങ്കിൽ എനിക്ക് ഓവനുണ്ട്, ഇങ്ങനത്തെ കുക്കിംഗ് ഓവനുണ്ട്, ഇതിനകത്തിലേക്ക് വെക്കും. അതല്ലാത്തവരും മൈക്രോവേവിനകത്തോ വെറുതെ ഇനി നമ്മുടെ തവയിൽ അത് തിരിച്ചും മറിച്ച് വിട്ട് ഒന്ന് ബ്രൗൺ ആവുന്നിടം വരെ അതങ്ങനെ ചെയ്തിട്ട് അതിൻ്റെ കൂട്ടത്തിൽ കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വളരെ ഈസിയാണ്. വെജിറ്റബിൾ ഒരു 2 മിനിറ്റ് പോലും എടുക്കത്തില്ല വെജിറ്റബിൾ കുക്ക് ചെയ്യാനായിട്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ സാധാരണ കറിക്ക് മസാല ഉണ്ടാക്കുന്ന പോലെ മസാല ഉണ്ടാക്കുക, അതിലേക്ക് ഇടുക. സ്പെഷ്യലായിട്ട് ചേർക്കുന്നത് ഉള്ളി, ഗരം മസാല, പിന്നെ നമ്മുടെ